മത് ഹോക്കി. മത് ഹോക്കി കാനഡ രാജ്യത്തിലെ ഓട്ടവ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. മത് ഹോക്കി എന്നാൽ ഭൂമി പങ്കിടുക എന്നതാണ് അർത്ഥം. മത് ഹോക്കിയെ മത് ഹോക്കി ഫാം എന്ന പേരിൽ അറിയപ്പെടുന്നു. മത് ഹോക്കി ഫാമിൻ്റെ ലക്ഷ്യം എന്നത് കാനഡയിലെ ആദിവാസികളായ ഒജീബ് വംശത്തിലുള്ളവരുടെ കൂടിവരവിനും അവരുടെ അനുഭവങ്ങൾ പങ്കിടുന്നതിനുമാണ്. ഈ കേന്ദ്രം 164 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്നു. മത് ഹോക്കി ഫാമിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യം എന്നത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒജീബ് സ്പിരിറ്റ് കുതിരകളെ സംരക്ഷിച്ച് വളർത്തുന്നതാണ്. ഈ കുതിരകളെക്കുറിച്ച് അറിയുന്നത് രസകരവും വിജ്ഞാനപ്രദവുമാണ്. മത് ഹോക്കി ഫാമിൻ്റെ മറ്റൊരു ആകർഷകമെന്നത് അവരുടെ വിപണിയാണ്. ഒജീബ് ജനതയുടെ കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും വിപണനവുമാണ് ഇവിടെ നടക്കുന്നത്. ഈ കേന്ദ്രം സന്ദർശകരെ ആകർഷിക്കുന്നതാണ്. മത് ഹോക്കി ഫാമിൽ ഒജീബ് ജനത കാനഡയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന് അവരുടെ പൂർവികരുടെ കലാപരിപാടികൾ, അവരുടെ ഉത്സവം എന്നിവ നടത്തി വരുന്നു. യൂറോപ്യർ കാനഡയിൽ എത്തുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് കാനഡയിൽ താമസിച്ചിരുന്നവരാണ് ഒജീബ് വംശർ. ഒജീബ് വംശരോട് ഒത്ത് ജീവിച്ചിരുന്ന ഒരു മൃഗമാണ് ഒജീബ് സ്പിരിറ്റ് കുതിരകൾ. ഇതിൻ്റെ ചരിത്രം അറിയുന്നത് കൗതുകവും വിജ്ഞാനപ്രദവുമാണ്. 1970 വരെ കാനഡയിലെ വനങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന ഈ കുതിരകൾ കാട്ടുമൃഗമായും കർഷകരുടെ കൃഷി നശിപ്പിക്കുന്ന ഒരു മൃഗമായി മാത്രം കരുതി ഇതിനെ കൊല്ലുകയായിരുന്നു പതിവ്. അവസാനം ഒജീബ് വർഗത്തിൽപ്പെട്ട 4 കുതിരകൾ മാത്രം ശേഷിച്ചു. ഇതിനെയും ദയാവധത്തിലൂടെ കൊല്ലുവാൻ അധികാരികൾ തീരുമാനിച്ചു. എന്നാൽ ലാക്ല ക്രോയിറ്റസ് എഫനിലെ ചില ആളുകൾ അവസാനത്തെ ഈ 4 കുതിരകളെ പിടികൂടി അതിസാഹസികമായി തണുത്തു ഉറഞ്ഞ മഞ്ഞുപാളികൾ കടന്ന് മിനിസോട്ടയിലേക്ക് കൊണ്ടുപോയി വംശവർദ്ധനം നടത്തി. ഈ കുതിരകളുടെ പ്രത്യേകതകൾ നമുക്ക് കൗതുകകരമാണ്. ഒജീബ് സ്പിരിറ്റ് കുതിരകളുടെ മൂക്കിൻ്റെ പ്രത്യേകത എന്നത് മൂക്കിന് മുകളിൽ അടപ്പ് പോലെ ഒരു പാളി കാണാം. കാനഡയിലെ മഞ്ഞുകാലത്ത് മൂക്കിന് ഉള്ളിൽ മഞ്ഞ് കയറാതിരിക്കുവാനുള്ള ഒരു സംരക്ഷണമാണ്. ഈ കുതിരകളുടെ മറ്റൊരു പ്രത്യേകത കഴുത്ത് മുതൽ വാല് വരെ നീളുന്ന ഇരുണ്ട ഒരു വര പിൻഭാഗത്ത് കാണുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത അതിൻ്റെ കാലുകളാണ്.
ചെറുതും ഇരുമ്പ് പോലെ ഉറച്ചതുമാണ് ഇവയുടെ കുളമ്പുകൾ. കുന്നിൻ പ്രദേശങ്ങളിലും പാറക്കെട്ടുകളിലും സുരക്ഷിതമായി കാലുറപ്പിക്കുവാൻ ഇത് സഹായിക്കുന്നു. കാലുകളിൽ കടുവായുടെ കാലിൽ കാണുന്നത് പോലെ വരകളും കാണാം. ഓരോ ദേശത്തിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതിൻ്റെ മഹത്വം നമുക്കിവിടെ കാണുവാൻ കഴിയും. ഈ കുതിരകൾ ചെറുതും കനേഡിയൻ വനങ്ങളിൽ ജീവിക്കുവാൻ പറ്റിയ ശരീരഘടനകളോട് കൂടിയവയുമാണ്. ഒതുക്കമുള്ള ശരീരം, ഇടതൂർന്ന കുറ്റിക്കാലുകളിലൂടെയും മരങ്ങളുടെ ഇടയിലൂടെയും സഞ്ചരിക്കുവാൻ സഹായിക്കുന്നു. ഈ കുതിരകൾ ആദിവാസികളായ ഒജീബ് ജനതയുമായി അവരുടെ പ്രദേശം പങ്കിട്ട് ജീവിച്ചു. ഇവ ഈ ജനതയുടെ അടുത്തുള്ള കാടുകളിൽ താമസിച്ചിരുന്നു. ഇതിൻ്റെ സൗമ്യമായ മനോഭാവം, അതുല്യമായ സാമാന്യ ബുദ്ധി വളരെ പ്രശംസിക്കപ്പെടുന്നു. ഈ കുതിരകൾ ഒജീബ് ജനതയുടെ അധ്യാപകരാണ്, ആത്മീയ വഴികാട്ടിയാണ്, രോഗശാന്തിക്ക് ഒരു അഭയ കേന്ദ്രമാണ്. ഈ കുതിരകളെ സംരക്ഷിക്കുന്നതും പരിശീലിപ്പിക്കുന്നതും ഒജീബ് വംശജരായ ആദിവാസികളാണ്. ഇന്ന് ഏകദേശം 200 ഒജീബ് സ്പിരിറ്റ് കുതിരകൾ ഉണ്ട്. അതിൽ 16 മത്കോക്കിൽ പാർപ്പിച്ചിരിക്കുന്നു. ഈ കേന്ദ്രത്തിൽ വംശവർധന നടത്തിയ കുതിരകളുടെ പേരും ഫോട്ടോയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കുതിരകൾക്ക് ഭക്ഷണം സംഭരിച്ചു വെക്കുന്ന ഒരു വലിയ ബാൺ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. കുതിരകളെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള പ്രത്യേക വാഹനവും ഇവിടെ നമുക്ക് കാണാം. കുതിരകളെ അധ്യാപകരാക്കി ഒരു പഠന പ്രോഗ്രാം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. ഇക്വൻ അസിസ്റ്റഡ് ലേണിംഗ് എന്നതാണ് ഈ പ്രോഗ്രാം. വ്യക്തികളുടെ ആത്മവിശ്വാസം, പരിമിതികൾ, ബന്ധങ്ങൾ, ടീം ബിൽഡിംഗ് തുടങ്ങിയ പ്രയോജനകരമായ ലൈഫ് സ്കിൽ വികസിപ്പിക്കുന്നതിനുള്ള രസകരമായ ഒരു മാർഗമാണ് കുതിര സഹായ പഠനം. ഈ കുതിരകളെ ദൈവം നൽകിയ സമ്മാനമായി ഒജീബ് ജനത വിശ്വസിക്കുന്നു. സമൂഹമായി ഒരു ആത്മീയ ബന്ധം ഈ കുതിരകൾക്കുണ്ട്. കൂടാതെ ഈ കുതിരകളിലൂടെ രോഗശാന്തി, സംരക്ഷണം തുടങ്ങിയവ ഒജീബ് സമൂഹത്തിന് ലഭിക്കുന്നു എന്ന് അവർ കരുതുന്നു. ഈ കുതിരകളെ കാണുന്നതും ആദിവാസികളായ ഒജീബ് ഗോത്രത്തിൻ്റെ സംസ്കാരം മനസ്സിലാക്കുന്നതും ഏതൊരാൾക്കും കൗതുകവും വിജ്ഞാനപ്രദവുമാണ്.